ഇന്നേ നമ്മുടെ പറമ്പിൽ നമ്മൾ നനയ്ക്കാൻ വേണ്ടി വന്നേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് നല്ല രീതിയിൽ മഴക്കാറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഇരുണ്ടടച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മഴ പെയ്യും എന്നുള്ള രീതിയിലാണ് നിൽക്കണേ. എന്തായാലും ഇരുണ്ടടച്ച് വന്നേക്കണേയും ഈ ഇടിമുഴക്കൊന്നും കണ്ടിട്ടൊന്നും നമ്മൾ നന നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിളവുകളുടെ ചുവട്ടിലും നമ്മൾ തടം വെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ആ തടത്തിലേക്ക് നമ്മൾ ഇതുപോലെ പൈപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ നനയ്ക്കണേ. നമ്മളൊരു പറമ്പിൽ നമ്മൾ ഇതുപോലെയാണ് നനയ്ക്കാറ്. മറ്റൊരു സ്ഥലത്ത് നമ്മൾ ആണിയും ചാലും എടുത്തിട്ടാട്ടോ നനയ്ക്കണേ. അത് നമ്മുടെ അവിടുത്തെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ പറമ്പിലെ മെയിൻ വിള എന്ന് പറയുന്നത് ജാതി തന്നെയാണ് കേട്ടോ. ഈ ഒരു ജാതി നിങ്ങൾക്ക് കണ്ടറിയാം. ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു പൊടിപ്പ് മുളച്ച് അതിലാണ് ജാതി ഉണ്ടായേക്കണേ. കാരണം ഇത് മുമ്പ് ഇത് ആൺജാതി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആൺജാതിയെ നമ്മൾ ബെഡ് ചെയ്ത് പെൺജാതി ആക്കിയതാണ്. ആ വെട്ടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നതെല്ലാം പെണ്ണാണ് കേട്ടോ. അപ്പോൾ കായെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് ഒരു 2.5 വർഷത്തോളം ആയിട്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ തൊട്ട് തന്നെ, അതായത് ഓൾറെഡി അതിൻ്റെ ആൺജാതി തണ്ട് മൂത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ് ചെയ്ത് 1 വർഷം 1.5 വർഷം ആകുമ്പോൾ തൊട്ട് തന്നെ കായ്ഫലം നമുക്ക് ലഭിച്ചു തുടങ്ങും കേട്ടോ. പിന്നെ ഈ ജാതി കൃഷി ചെയ്യുന്നവർക്ക് അറിയാം നമ്മുടെ നന തെറ്റിയാലുള്ള കുഴപ്പം. ഇപ്പോൾ കായകളെല്ലാം പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ നന തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജാതിക്കയിൽ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും കേട്ടോ. ജാതിക്ക ഒരുമാതിരി ചുളിഞ്ഞ് അത് മൂപ്പെത്താതെ തന്നെ പൊട്ടിപ്പോവും. കറക്റ്റായി നനച്ചുകൊണ്ടിരിക്കുന്ന പറമ്പുകളിലും ജാതിക്ക എപ്പോഴേ മൂപ്പെത്താതെ പൊട്ടിപ്പോണ്ടോ. ഈ ചൂടും കാരണങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ പിന്നെ നനയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പറയണ്ട, അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമാവും കേട്ടോ. ഓൾറെഡി ഈ സീസണിൽ തന്നെ ജാതിക്ക പിടുത്തം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.